ഹായ്, ഇന്നലെ രാഹുൽ സദാശിവൻ്റെ ബ്രഹ്മയുഗം കണ്ടു. ഒരു എക്സലൻറ്റ് മാസ്റ്റർ പീസ് തന്നെ പറയണം കേട്ടോ. വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ്. ഫിലിം ഫുൾ മോണോക്രോമിലാണ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. പക്ഷേ അത് നമുക്ക് ഒട്ടും അത് ബോറായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പഴമയും അതുപോലെ തന്നെ കഥയുടെ ആ സ്റ്റോറിയുടെ നിഗൂഢതയും സൂചിപ്പിക്കുന്നതിനാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീംസ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രില്യൻ തോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ അത് ഡയറക്ടേഴ്സ് ബ്രില്യൻസ് തന്നെ പറയണം. ആകെ 3 ആക്ടേഴ്സാണ് ഇതിലുള്ളത്. മമ്മൂട്ടി, അർജുൻ അശോകൻ, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ. മമ്മൂട്ടി പറ്റി ഞാൻ പറയണ്ടല്ലോ. പിന്നെ ഈ മൂന്ന് പേരും തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. അവർ അഭിനയിച്ചിരിക്കുകയാണോ അതോ ആ കഥാപാത്രങ്ങളായി തന്നെ ഇനി ജീവിക്കുകയാണോ നമുക്ക് സംശയം തോന്നും. കാരണം അത്ര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ്. ഇതൊരു ഹൊറർ ഫാൻറ്റസി ഫിലിമാണ് കേട്ടോ. ഇതൊരു പക്കാ ഹൊറർ ഫിലിം അല്ല. ഇതിന് ഫാൻറ്റസിയാണ് ശരിക്കും പറഞ്ഞാൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇതിലെ ആ ഒരു യക്ഷിയും ചാത്തിനും മാടിനും മറുതയും എല്ലാ ക്രീപ്പി ഫാൻറ്റസീസും കൂടെ ചേർന്ന് നമ്മളെ ഒരു മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഈ ഫിലിം 2 hours 20 minutes ആണ് കേട്ടോ. അത്രയും സമയം പോകുന്നത് നമ്മൾ അറിയേയില്ല. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നിങ്ങൾ ഈ ഒരു ഫിലിം തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. OTT വരാൻ കാത്തിരിക്കരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഉറപ്പില്ല. പക്ഷേ എന്നാലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തോ കേട്ടോ.